സ്വപ്നം കണ്ട് ഉണർന്ന പോലെയുണ്ട്. എന്തൊക്കെയാ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത്? അങ്കിളെ, അതൊക്കെ കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് അങ്ങോട്ട് പഞ്ചരത്നത്തെ പഴയ പോലെ ആക്കാം. നമ്മൾ വിചാരിച്ച അതിനാണോ പാട്? ഒക്കെ നമ്മൾ ശരിയാക്കും. ആദ്യം എന്റെ മോള് കത്തിക്ക്. ആദ്യം ഇവിടെ. ഇനി എന്റെ അനഘമോള് കത്തിക്ക്. അഖിലേച്ചി, അവള് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ വിളിച്ചിരുന്നു. നാളെ ഡിസ്ചാർജ് ചെയ്യും. ആ തിരി അച്ഛൻ കത്തിച്ചാൽ മതി. കൃഷ്ണേട്ടൻ എവിടെ? നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. എവിടെ പോയി? ഇത്രയും നല്ലൊരു കാര്യം നടക്കുമ്പോ കൃഷ്ണേട്ടൻ ഇല്ലാതെ എങ്ങനെയാ? പിന്നല്ലാതെ. അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നമുക്ക് അടുപ്പ് കത്തിക്കാം. കൃഷ്ണേട്ടാ, മോളെ, ഇതെന്താ അകത്തേക്ക് വരാത്തെ? ഇനി ഇവിടെ ഞാനൊരു അധികപ്പറ്റ മോളെ. സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തുന്നതാ നല്ലത്. സ്വരം നല്ലതല്ല, പാട്ട് നിർത്താറും ആയിട്ടില്ല. കേസും കുഴപ്പമൊന്നും ഇല്ലാതെ പഞ്ചരത്നം തുറന്നു കിട്ടിയെന്നേ ഉള്ളൂ. ഇനി ഇത് പഴയതുപോലൊരു ഹോട്ടലാക്കണമെങ്കിൽ എനിക്ക് കൃഷ്ണേട്ടൻ കൂടെ വേണം. അതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, മോൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാ. ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ അഭിമന്യു വരില്ല, നിങ്ങളുടെ വിവാഹം നടക്കില്ല. ഞാനത് മനസ്സിലാക്കേണ്ടതല്ലേ മോളെ? ഒരു വാശികൾക്കും കാലാകാലം നിലനിൽപ്പില്ല കൃഷ്ണേട്ടാ. അഭിയുടെ ഈ വാശി മാറും. ഇപ്പൊ തന്നെ മാറി തുടങ്ങി. ഇനിയും മാറ്റിയെടുക്കണം നമുക്ക്. ഈ പുറമേയുള്ള എടുത്തുചാട്ടം മാത്രമേ ഉള്ളൂ അഭിക്ക്. മനസ്സ് ശുദ്ധ. ഇവിടം വിട്ടു പോവാന്ന് കൃഷ്ണേട്ടൻ എന്നോട് പറഞ്ഞതാ. ചേച്ചി തിരിച്ചു വിളിക്കാനുള്ള പുറപ്പാടിലാന്ന് തോന്നുന്നു. വിളിക്കട്ടെ, പാവമല്ലേ. എന്തോന്ന് പാവം? അഭിയേട്ടന് ഇഷ്ടമല്ലാത്ത അച്ഛനെ അമൃതേച്ചി ഇവിടെ താമസിപ്പിക്കുന്ന എന്തിനാ? കൃഷ്ണേട്ടൻ പിന്നെ എവിടെ പോവും? അത്രയ്ക്കൊന്നും നമ്മൾ ചിന്തിക്കേണ്ടാതിരെ. എന്തായാലും കൃഷ്ണേട്ടൻ വന്നതിന് ശേഷം നമുക്ക് ദോഷങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. മോളെ, നമുക്ക് വന്ന ദോഷങ്ങളൊന്നും കൃഷ്ണന്റെ തലയെ കെട്ടിവെക്കരുത്. അയാളൊരു സാധുവാ. തക്ക സമയത്ത് അമൃതയെ രക്ഷിച്ചത് അയാളല്ലേ? എന്നുവെച്ച് ഇവിടെ താമസിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. വാ ഇങ്ങോട്ട്. ആരോടും പറയാതെ പോകാൻ ഇറങ്ങിയതാച്ചാ. ഞാൻ പിന്നെ ദേ ഇങ്ങനെ പിടിച്ചു വലിച്ചോണ്ട് വരിക. അതിപ്പോ ഹോട്ടൽ തുടങ്ങുന്നവരെ ഇവിടെ നിൽക്കാൻ മോള് പറഞ്ഞു. കൃഷ്ണന് ഇത് അന്യ വീടല്ല. എത്ര കാലം വേണമെങ്കിലും ഇവിടെ താമസിക്കാം. കേട്ടില്ലേ? വാ ഇങ്ങോട്ട്.